പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അയൽവാസിയോടുള്ള ബാധ്യത എന്ന വിഷയത്തെക്കുറിച്ച് ഒരല്പം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, അയൽവാസികളുടെ ബാധ്യതയ്ക്ക്, അയൽവക്ക ബന്ധത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന മതമാണ് ഇസ്ലാം മതം. നമുക്കറിയാം, സൂറത്ത് നിസാ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നു, നിങ്ങളുടെ ബന്ധുക്കളായ അയൽവാസികളോടും അതുപോലെ അന്യരായ അയൽവാസികളോടും നിങ്ങൾ നല്ല സഹവർത്തിത്വത്തോടു കൂടി പെരുമാറുകയെന്നത്. അതുപോലെ തന്നെ അയൽവക്ക ബന്ധത്തിന്, അയൽവക്കക്കാരുടെ ബാധ്യതയെക്കുറിച്ച് അറിയിക്കുന്ന ഒരുപാട് നബിവചനങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ജിബ്രീൽ അലൈഹിസ്സലാം അയൽവക്കക്കാരുടെ നന്മ ചെയ്യുന്നതിനെ കുറിച്ച് തന്നോട് ഊന്നി പറയുകയും അവസാനം അനന്തരാവകാശം വരെ അയൽവക്കത്തിന് നൽകേണ്ടി വരുമോ എന്ന് ഞാൻ ധരിക്കുകയും ചെയ്തു എന്ന്. അത്രത്തോളം പ്രാധാന്യം അയൽവക്ക ബന്ധത്തിന് ഇസ്ലാം നൽകുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, അബൂദർ നിവേദനം ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അബൂദർ, നീ നിന്റെ കറിയിൽ വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും അയൽപക്കത്തെ പരിഗണിക്കുക എന്ന്. അതുപോലെ അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, അയാൾ സത്യവിശ്വാസിയില്ല എന്നിങ്ങനെ 3 തവണ പറയുകയും അതാരാണെന്ന് അന്വേഷിച്ചപ്പോൾ ആരുടെ ഉപദ്രവത്തിൽ നിന്നും തന്റെ അയൽവാസി നിർഭയനല്ലാതിരിക്കുന്നുവോ അയാളെ കുറിച്ചാണത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചു. ഇതിൽ നിന്നെല്ലാം തന്നെ അയൽപക്കക്കാരോടുള്ള ബന്ധത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഇന്ന് ലോകം വളർന്നെങ്കിലും നമ്മളെല്ലാം തന്നെ മതിൽക്കെട്ടിനുള്ളിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്തത്. നമുക്കറിയാം, പണ്ട് കാലത്തൊന്നും തന്നെ മതിൽക്കെട്ടുകളില്ലായിരുന്നു, എല്ലാം തുറന്ന സ്ഥലമായിരുന്നു. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് തന്നെ ഞങ്ങൾ സ്കൂളിലേക്ക് പോയിരുന്നത് പല അയൽവക്ക വീടുകളുടെ മുറ്റത്തുകൂടെ നടന്നുകൊണ്ടായിരുന്നു. ആ ഒരു നടത്തത്തിൽ നമ്മുടെ എല്ലാ വീട്ടിലെ വിശേഷങ്ങൾ അന്വേഷിക്കുകയും അവർ നമ്മുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചും അറിഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു നടത്തം. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് പങ്കുവെച്ച് തരികയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് എനിക്ക് തന്നെയുള്ള മറ്റൊരു അനുഭവം, എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ഉമ്മ മരണപ്പെട്ടിട്ട് അത് മയ്യത്തെടുക്കുന്നതിൻ്റെ ഒരു 1/4 മണിക്കൂർ മുന്നെയാണ് എനിക്കറിയാൻ സാധിച്ചത്. അത്രത്തോളം നമ്മളെല്ലാം മതിൽക്കെട്ടിനുള്ളിലാണ്. അപ്പുറത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കുന്നില്ല. ഇത്തരണത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മതം നമുക്ക് അയൽപക്ക ബന്ധത്തിന് നൽകുന്ന പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ അവരുമായിട്ട് സ്നേഹത്തിലും സന്തോഷത്തിലും അതുപോലെ തന്നെ നമ്മളിൽ നിന്നും ഒരു ഉപദ്രവം അവർക്ക് ഏൽക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് വളരെയധികം സഹവർത്തിത്വത്തോടു കൂടി അയൽപക്കക്കാരുമായി മുന്നോട്ട് പോവേണ്ടത് ഒരു മതവിശ്വാസി, ഒരു സത്യവിശ്വാസി എന്നുള്ള രീതിയിൽ നമ്മുടെ ബാധ്യതയാണ്. നമുക്കറിയാം, മറ്റൊരു നബിവചനം, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചൊണ്ണുന്നവൻ മുസ്ലിം അല്ല എന്ന്. അത്രത്തോളം പ്രാധാന്യം ഇസ്ലാം അയൽവക്ക ബന്ധത്തിന് നൽകുന്നുണ്ട്. ഈ അയൽവാസി ഒരു മുസ്ലിമാണോ അല്ലെങ്കിൽ ഒരു അന്യമതസ്ഥനാണോ എന്ന് ഒരിക്കലും വിവേചനം തന്നിട്ടില്ല. അയൽവാസി എന്ന് മാത്രമാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവൻ ആണെങ്കിലും അല്ലെങ്കിലും അവരോട് നമുക്കുള്ള ബാധ്യത ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ തരുണത്തിൽ അയൽവാസിയുമായി നല്ല നിലയിൽ വർത്തിച്ചുകൊണ്ട് സ്നേഹത്തോടും ഊഷ്മളതയോടും കൂടി ജീവിച്ച് മുന്നോട്ട് പോവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.